ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്, അതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മിറാക്കിൾ, എന്ത് അത്ഭുതമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. വാട്ട് മിറാക്കിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിൾസ് ആണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾസ് എന്താണ്, എന്ത് അത്ഭുതങ്ങളാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 3 of Cups റിവേഴ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ്. പലർക്കും പല ഒരു റീസൺസ് ആണ് കാണുന്നത്. ചിലർക്കൊരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എനർജി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ ഫിസിക്കലി ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കാണാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ മനസ്സ് ശാന്തമാക്കാനായിട്ട് അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ വിട്ടുപോകാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ ഒരു ആഴം എത്രത്തോളമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ കഴിയില്ല എന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ട്രൂത്ത്, അല്ലെങ്കിൽ ആ ഒരു സത്യം എന്ന് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരും, സക്സസ് ആയിട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു വിക്ടറി ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഉള്ള അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മിറാക്കിൾ വളരെ പെട്ടെന്ന് കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന ഓരോ വ്യക്തിയുടെ ലൈഫിലും ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളായിട്ടോ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു റെസ്പോണ്ട് ഉണ്ടാകും. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ ഇടയാകും. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തോ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ സ്ട്രഗിൾസും വറീസും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. യൂണിവേഴ്സിൽ നിന്ന് ഒരു നിങ്ങളുടെ ലൈഫിന് ഒരു സറണ്ടർ ചെയ്യുക. അത് മാത്രം ചെയ്യുക. കഴിഞ്ഞുപോയ മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടാതെ ഇരിക്കുക. എത്രമാത്രം നിങ്ങളിൽ നിന്ന് അകന്നു മാറാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ അരികിൽ വരാൻ, അല്ലെങ്കിൽ അവരെപ്പോഴും അങ്ങനെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്.
അവരുടെ ഒരു പ്രണയം അവരുടെ ലൈഫിൽ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് അവരിപ്പോൾ ഈ നിമിഷത്തിൽ അത്രയധികം ഒരു പ്രയോറിറ്റി നൽകുന്നുവെന്ന് മനസ്സിലാക്കുക. ഒരു തടസ്സങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുകയില്ല. ഒരിക്കലും അത് ബാധിക്കുകയുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി ഒരു ഫ്രഷ് പ്രണയവുമായിട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഇവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒരു കോൺടാക്റ്റിൽ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാണ്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഇത്രയും നാൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഡോറ് നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. മേ ബി അത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. അവർ ഈ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാനും കണക്ട് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വ്യക്തമാവുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ആക്ഷനായിട്ട് അത് മാറുന്നു. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന യൂണിവേഴ്സിൽ എല്ലാം സറണ്ടർ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പല രീതികളിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് ഒരു റിയാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും നാളെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ വ്യക്തമാകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വരുന്നത് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഓക്കെ, അവർ സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് മെസ്സേജ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്ന് അവർ പറയുകയാണ്. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർ ഈ ഒരു സമയത്തിന് അവരുടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവരുടെ ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അവരുടെ ഒരു ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം മിസ് ചെയ്യുന്നു ഈ ഒരു സമയത്ത്. ഓക്കെ, റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇൻമച്യൂർ. പ്ലീസ് ഫോർഗീവ് മീ. ഐ എം സോറി. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയാണ് അവർ കുറച്ചൊരു സെൽഫിഷ് ആയിരുന്നു, ഇൻമച്യൂർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. അവർ ക്ഷമിക്കണം എന്ന് ഫോർഗീവ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ സോറി എന്നവർ നിങ്ങളുടെ അടുത്ത് വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, അവർ ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹർട്ടായി എന്നവർ വിചാരിക്കുന്നുണ്ടാവാം. അതായിരിക്കാം. ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് മൈറ്റ് നൗ. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലിങ്സ് ആണുള്ളത്. ശൂന്യമായി പോയതുപോലെ ഒരു ഫീലിങ്സ് തോന്നുകയാണ്. അവരിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നതും അത് തന്നെയാണ്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ പല ഹാർഡായ ലെസൺസ് പഠിച്ചു. ഈ ഒരു സമയത്ത് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം അവർക്കും പ്രോബ്ലംസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്ന് അവർ ആഗ്രഹിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ബ്ലൂ കളറാണ്. സെക്കൻഡ് ക്ലൂ ലെറ്റർ ഡി. ക്രേസി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, 1988 നമ്പർ 8. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ടീച്ചർ, ഓക്കെ. ലെറ്റർ I നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ M നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.